മെസ്സിക്ക് ഇനി ഈ വേൾഡ് കപ്പിലെ ഗോൾഡൻ ബൂട്ട് ലഭിക്കണമെങ്കിൽ ഫൈനലിൽ 2 ഗോളോ ഒരു അസിസ്റ്റോ അല്ലെങ്കിൽ 3 ഗോളോ നേടണം. ഇനി ഒരു അസിസ്റ്റ് നൽകാൻ സാധിച്ചില്ലെങ്കിൽ കൂടി പ്ലേറ്റ് മീൻസ് വെച്ചിട്ട് അദ്ദേഹത്തിന് തന്നെയാണ് മുൻതൂക്കം. 22 വേൾഡ് കപ്പ് അപ്പിയറൻസ്, 22 ഗോളുകൾ. ഈ വേൾഡ് കപ്പിലെ ടോപ്പ് സ്കോറർ കിലിയൻ എംബാപ്പെ. ശരിയാണ്, ഫ്രാൻസ് ഇന്നലെ പരാജയപ്പെട്ടു എന്ന് വെച്ചിട്ട് ഫ്രാൻസ് അല്ലാതാകുന്നില്ല. എംബാപ്പെ തന്നെയാണ്. നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ടീമിന് സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത വിധം അദ്ദേഹം ഫ്രാൻസുമായിട്ട് തുടർച്ചയായിട്ട് 3 വേൾഡ് കപ്പിലും ഒരു അൺസ്റ്റോപ്പബിൾ പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 18 വേൾഡ് കപ്പ് ഫ്രാൻസ് നേടുമ്പോൾ അദ്ദേഹം ടീമിലൊരു ടീനേജുകാരനായിരുന്നു. 19 വയസ്സ്. ഫൈനലടക്കം 4 ഗോളുകൾ. ഫ്രാൻസിന്റെ ടോപ്പ് സ്കോറർ. പെലെക്ക് ശേഷം വേൾഡ് കപ്പിൽ ഗോളടിക്കുന്ന രണ്ടാമത്തെ ടീനേജുകാരൻ. കിരീടത്തോടൊപ്പം വേൾഡ് കപ്പിലെ ബെസ്റ്റ് യങ് അവാർഡും കൂടി നേടിക്കൊണ്ടാണ് മിസ്റ്റർ വേൾഡ് കപ്പിന്റെ വേൾഡ് കപ്പ് തുടക്കം. 2022 വേൾഡ് കപ്പിലും ലിയണൽ മെസ്സിയുടെ വിശ്വരൂപം കണ്ട വേൾഡ് കപ്പിലും അദ്ദേഹം ഫൈനൽ വരെ എത്തുന്നുണ്ട്. ഗോൾഡൻ ബൂട്ടും സ്വന്തമാക്കുന്നു. ഫൈനലിൽ അർജന്റീനയോട് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോറ്റുമടങ്ങുന്നു. 2026 വേൾഡ് കപ്പിലും ഇതേ എംബാപ്പെ, ഇതേ ഫ്രാൻസ്, ഇതേ ഫോം. സെമി വരെ ഒരു ഇൻക്രെഡിബിൾ റണ്ണ് നടത്തിക്കൊണ്ട് ഒടുക്കം സ്പെയിനു മുമ്പിൽ തകർന്നടിഞ്ഞു. ഇപ്പോൾ ഇതാ 3ാം സ്ഥാനക്കാർക്കുള്ള ലൂസേഴ്സ് ഫൈനലിലും ഇംഗ്ലണ്ടിനോടും പരാജയപ്പെട്ടു. 10 ഗോളുകൾ കൊണ്ട് ടൂർണമെന്റിലെ ടോപ്പ് സ്കോററാണ്. 3 വേൾഡ് കപ്പ് കൊണ്ട് തന്നെ വേൾഡ് കപ്പിലെ ഓൾ ടൈം ടോപ്പ് സ്കോറായിട്ട് എംബാപ്പെ മാറിയിരിക്കുകയാണ്. 27 വയസ്സ് മാത്രമാണ്. ഇനിയും 1-2 വേൾഡ് കപ്പ് അദ്ദേഹത്തിന് സുഖമായിട്ട് കളിക്കാം. കളിച്ച 3 വേൾഡ് കപ്പ്, അതിൽ സെമി, ഫൈനൽ, ചാമ്പ്യൻ എന്നിവിടങ്ങളിൽ എത്തിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ സ്പെയിനിനോടും ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടിനോടും അവർ പരാജയപ്പെടുന്നത്.